ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിമിറ്റിന്റെ ചില പ്രത്യേക സർട്ടൻ ലിമിറ്റ്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നോക്കിയാൽ ഹിയർ എൻ ഈസ് ഈക്വൽ ടു 2. എൻ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2 ഇൻറ്റു 2 റേസ് ടു 2 മൈനസ് 1 ഈക്വൽ 2 ഇൻറ്റു 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ എക്സ് മൈനസ് 3 ആണെങ്കിൽ ഇതേ ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടും എൻ ഈസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സ് ടെൻസ് ടു എ 2 ഇൻറ്റു 3 റേസ് ടു 2 മൈനസ് 1. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 3 റേസ് ടു 1 2 ഇൻറ്റു 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ കിട്ടി ഒരു പ്രോബ്ലം. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 27 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് കിട്ടിയായിരിക്കാം. ഇങ്ങനെ കിട്ടിയാൽ വീണ്ടും ഇതെന്ത് തന്നെയാണ്? നമുക്ക് നേരിട്ട് 3 കൊടുത്താൽ ഇതെന്ത് വരും? 27 മൈനസ് 27 0 0 വരും. 3ന്റെ സ്ക്വയർ 9 മൈനസ് 9 0 വരും. അപ്പൊ 0/0 ഫോമിലാണ് ഇതുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാ വെച്ചാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 27 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3. എക്സ് മൈനസ് 3 കൊണ്ട് രണ്ട് ഭാഗത്തും ഹരിച്ചു. നമുക്ക് 5/4 എന്നുള്ള സാധനത്തിന് എനിക്ക് വേണം 5/2 ഡിവൈഡഡ് ബൈ 4/2 എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം ആണ്. ഇത് ഈക്വൽ ആണ്. 5/4 5നെയും 2 കൊണ്ട് ഹരിക്കുക, 4നെയും 2 കൊണ്ട് ഹരിക്കുക. ആക്ച്വലി ഇതെന്താ വരിക എന്നറിയാം? 5/2 ഇൻറ്റു 2/4 എന്നാ വരിക. 5/2 ഡിവൈഡഡ് ബൈ 4/2 എന്തായി മാറും? ഇൻറ്റു 2/4 ആയി മാറും. അപ്പൊ ഇൻറ്റു 2/4 അപ്പൊ ഈ 2 2 ക്യാൻസൽ ചെയ്താൽ 5/4 തന്നെ കിട്ടും. 5/4 തന്നെ കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് എക്സ് മൈനസ് 3 ക്യാൻസൽ ചെയ്താൽ യഥാർത്ഥ ചോദ്യം തന്നെ ആയി, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആയി. ഇനി ഇതിനെ എനിക്ക് എന്ത് ചെയ്താൽ രണ്ട് ലിമിറ്റിന്റെ റേഷ്യോ ആയിട്ട് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 27 ബൈ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3. ഇപ്പൊ മുകളിൽ തന്നെ എന്തായി? എക്സ് ക്യൂബ് മൈനസ് 27 ഞാൻ 3 ക്യൂബ് എഴുതി. എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ബൈ എക്സ് മൈനസ് 3 എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ എക്സ് മൈനസ് 3. ഇതെന്ത് ഫോമിലായി? ഇത് ഈ ഫോമിലായി. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാം? 3 ഇൻറ്റു 3 റേസ് ടു 3 മൈനസ് 1. ഇവിടെ എന്നും 3 ആണ്, എയും 3 ആണ്. എൻ എ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ 3 ഇൻറ്റു ഇവിടെ n 2 ആണ്. n 2 ഇൻറ്റു എ 3 ആണ്. 3 റേസ് ടു 2 മൈനസ് 1. ആൻസർ നമുക്ക് കിട്ടും 3 സ്ക്വയർ ബൈ 3 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ അവിടെ 3 വരും. 3 ഇൻറ്റു 3 9/2 എന്ന് ആൻസർ കിട്ടും. 9/2. 3 ഇൻറ്റു 3 സ്ക്വയർ 3 ഇൻറ്റു 9 27/6 എന്ന് വരും. 27/6 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഹരിച്ചാൽ 9/2 എന്ന് കിട്ടും. 27/6 എന്ന് പറഞ്ഞാൽ 9/2. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ലൈവ് ക്ലാസ് പറഞ്ഞത്. അഥവാ ആരെങ്കിലും ലൈവ് ആയിട്ട് എടുത്ത ക്ലാസ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ. ഇത് ഓൾറെഡി ഞാൻ ലൈവ് ക്ലാസ്സിൽ എടുത്തതാണ്. ഇനി ഞാൻ പറയാൻ പോണത് വേറൊരു ലിമിറ്റ് ആണ്. ലിമിറ്റ് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആണ്. ഇപ്പൊ പറഞ്ഞ ഒന്നാമത്തതാണ് നമ്മൾ എന്ത്? ഒന്നാമത്തതാണ് ലിമിറ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് എന്നുള്ള ഒന്നാമത്താണ്. ഈ രണ്ടാമത്തെ ലിമിറ്റ് ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. വാട്ട് ഈസ് ഇ റേസ് ടു എക്സ്? ഇ റേസ് ടു എക്സ് എന്നുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫൊക്കെ നിങ്ങൾ വരച്ചു. ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്താ? ഇ റേസ് ടു എക്സിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ്
x raised to 4 by 4 factorial plus etc plus x raised to n by n factorial plus etc എന്ന് വരും. ഇവിടെ നിർത്തൂല കേട്ടോ, ഇവിടെ പ്ലസ് എക്സിട്ര ഉണ്ട്. 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial അങ്ങനെ പോയിട്ട് x raised to n by n factorial വീണ്ടും അങ്ങനെ നിൽക്കാതെ പോവാണ് പ്ലസ് എക്സിട്ര. ഇതാണ് e raised to x ന്റെ എക്സ്പാൻഷൻ, e raised to x. അങ്ങനെയാണെങ്കിൽ e raised to x അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെ കിട്ടും നമുക്ക്? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രൂഫ് എഴുതാൻ വളരെ ഈസിയാണ്. പ്രൂഫ് വേണമെങ്കിൽ കൊടുക്കുക. ലിമിറ്റ് x tends to 0 e raised to x minus 1 by x is equal to limit x tends to 0 e raised to x എന്ന് ഒന്ന് പോയാൽ എന്താ വരിക? ഇവിടുന്ന് 1 കുറച്ചാൽ എന്താ വരിക? ഈ 1 ഇടത്തോട്ട് വരും. ഈ 1 ഇടത്തോട്ട് വന്നാൽ പിന്നെ ഇവിടെ ബാക്കി എന്താ ഉണ്ടാകുക? x by ഇനി ഫാക്ടോറിയൽ എന്താ നിങ്ങൾക്ക് അറിയല്ലോ. ഇനി അറിയില്ലെങ്കിൽ വേണമെങ്കിൽ നോക്കിക്കോ. എന്താണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into etc into n minus 1 into n. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into etc into 10. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ വരെയുള്ള 1 മുതൽ ആ സംഖ്യ വരെ ഒരു നാച്ചുറൽ നമ്പറിന് എണ്ണൽ സംഖ്യകൾക്ക് ഫാക്ടോറിയൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. നിർവചിക്കാൻ പറ്റുക എണ്ണൽ സംഖ്യകൾക്ക് മാത്രമാണ്. അപ്പോൾ 1 മുതൽ 10 വരെ, അപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ്. 15 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ്. ഓക്കെ, 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ്. ഏകദേശം എത്ര വരുന്നറിയോ? 11 ഫാക്ടോറിയൽ ഏകദേശം എത്ര വരുന്നറിയോ? അപ്പൊ നോക്ക്, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര? 1. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര? 1 into 2 2. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 എത്ര? 2 into 3 6. 4 ഫാക്ടോറിയൽ എത്ര? 1 into 2 into 3 into 4. അപ്പൊ എത്ര ഇതുവരെ? 6. 1 2 into 3 6 4 24. 5 ഫാക്ടോറിയൽ വരിക 1 2 3 4 5 ചെയ്താൽ 24 വരെ. ഇവിടെ വരെ 24 24 into 5 120. ഇങ്ങനെ പോയാൽ ഏകദേശം 11 ഫാക്ടോറിയൽ ഏകദേശം എത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്ക്. 11 ഫാക്ടോറിയൽ ഏകദേശം എത്ര ഉണ്ടാവും? നിങ്ങൾക്ക് ഏകദേശം എത്ര കിട്ടി? 10,000 കിട്ടിയോ? അല്ലെങ്കിൽ 10,000 മുകളിൽ വരുമോ? 10,000 താഴെയാവോ? അല്ല 1,00,000 മുകളിലാവോ താഴെയാവോ? 11 ഫാക്ടോറിയൽ ഏകദേശം വരിക എത്രയാണെന്ന് അറിയോ? നിങ്ങൾ കാൽക്കുലേറ്ററിൽ 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10 into 11 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക അപ്രോക്സിമേറ്റ്ലി 4 കോടിയാണ് കിട്ടുക. 3 crore 99 lakh സംതിങ് വരും. 3 crore 99 lakh അപ്രോക്സിമേറ്റ്ലി 4 crore. ഏകദേശം 4 കോടി കിട്ടും. എന്ത്? 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏതായാലും ഞാൻ ഫാക്ടോറിയലിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ശരിക്കും ഒരു ബെഞ്ചിൽ 2 ആളുകളെ നമുക്ക് എത്ര വിധത്തിൽ ഇരുത്താന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ ബേസിൽ ഇരുത്താം. ഒരു ബെഞ്ചുണ്ട്, 3 ആളുകളും ഉണ്ടെങ്കിൽ 3 കുട്ടികളും ഉണ്ടെങ്കിൽ 3 ആളുകളെ ആ ബെഞ്ചിൽ എത്ര വിധത്തിൽ ഇരുത്താന്ന് വെച്ചാൽ 3 ഫാക്ടോറിയൽ ബേസിൽ ഇരുത്താം. അപ്പൊ 3 കുട്ടികളുണ്ട് എനിക്ക് എ ബി സി പറഞ്ഞ 3 കുട്ടികളുണ്ടെങ്കിൽ എ ബി സിന് എനിക്ക് എ ബി സി എ സി ബി പിന്നെ ബി സി എ ബി എ സി പിന്നെ സി എ ബി സി ബി എ ആകെ എത്ര ഉണ്ട്? 6 വിധത്തിൽ ഇരുത്താം. എ എന്ന് പറഞ്ഞൊരു കുട്ടി, ബി എന്ന് പറഞ്ഞൊരു കുട്ടി, സി എന്ന് പറഞ്ഞൊരു കുട്ടി, അങ്ങനെ പല പല വിധത്തിൽ അവരെ നമുക്ക് എത്ര വിധത്തിൽ അറേഞ്ച് ചെയ്യാം? 6 വിധത്തിൽ. എവിടെ ഈ 6 കിട്ടിയത്? 3 ഫാക്ടോറിയൽ ആണ് 6. 3 ഫാക്ടോറിയൽ ആണ് 6. ഇനി 4 ആൾക്കാരുണ്ടെങ്കിൽ എത്ര വിധത്തിൽ ഇരുത്താം? ഇവിടെ എ ബി സി ഡി ഉണ്ടെങ്കിൽ എത്ര വിധത്തിൽ ഇരുത്താറോ? എ ബി സി ഡി, എ ബി ഡി സി, എ ബി പിന്നെ എ ഡി ബി സി, എ ഡി സി ബി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല വിധത്തിൽ ഇങ്ങനെ 24 വിധത്തിൽ ഇരുത്താം. 5 ആളുകൾ ഉണ്ടെങ്കിൽ 120 വിധത്തിൽ ഇരുത്താം. 6 ആളുണ്ടെങ്കിൽ 120 into 6 720 വിധത്തിൽ ഇരുത്താം. 11 ആൾക്കാരുണ്ടെങ്കിൽ 4 കോടി വിധത്തിൽ. 11 ആൾക്കാരും ഉണ്ട്, 2 ബെഞ്ചും ഉണ്ട് ആയിരിക്കാം. 2 ബെഞ്ചും ഉണ്ട്, 11 കുട്ടികളും ഉണ്ട്. എത്ര വിധത്തിൽ നമുക്ക് ആ ബെഞ്ചിന്റെ മുകളിൽ പല വിധത്തിലായിട്ട് നമുക്ക് 11 കുട്ടികളെ ഇരുത്താം? 4 കോടി വിധത്തിൽ ഇരുത്താം. അപ്രോക്സിമേറ്റ്ലി 4 കോടിക്കടുത്ത്. ഓക്കെ, നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇത് രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 2 ആൾക്കാരെ 2 വിധത്തിൽ, 3 ആൾക്കാരെ 6 വിധത്തിൽ, 4 24, 5 ആവുമ്പോൾ 120 വിധത്തിൽ ഇരുത്താം 5 ആൾക്കാരെ. 6 ആവുമ്പോൾ 720 മാറും. 7 ആവുമ്പോൾ 5040 മാറും. ഓക്കെ, പെട്ടെന്ന് കൂടി പോകും. ഇനി ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരെ എത്ര വിധത്തിൽ ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പറ്റും? 11 ആൾക്കാരുള്ള 11s ആണല്ലോ. 11സിനെ ഏകദേശം നമുക്ക് 4 കോടി വിധത്തിൽ ഇറക്കാം. അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് ടീമിലെ ബാറ്റ്സ്മാൻമാരെ ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഇറക്കുമ്പോൾ 11 ആൾക്കാരുണ്ടാകുമ്പോൾ 11 ആൾക്കാരെ 4 കോടി വിധത്തിൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഞാനൊരു ഫാക്ടുകൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അത്ര വേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് എക്സാമിനുള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ.
ഓക്കെ, എന്തായാലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e raised to x എന്ന് 1 പോയാൽ എന്താ e raised to x എന്ന് 1 പോയാൽ പിന്നെ എന്താ x by 1 ഫാക്ടോറിയൽ. എന്താ 1 ഫാക്ടോറിയൽ? 1 ഫാക്ടോറിയൽ 1 ആണ്. അപ്പൊ x by 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ x. അപ്പൊ ഇത് ഇവിടെ നിൽക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഉണ്ടാവുക x ഉണ്ടാവും. ഈ 1 ഇങ്ങോട്ട് പോയിട്ടോ, e raised to x -1 ആയി. e raised to x -1 എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോയി. പിന്നെ അവിടെ ബാക്കി ഉണ്ടാവും x by 1 ഫാക്ടോറിയൽ. x by 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ x by 1 x വരും, പ്ലസ് x സ്ക്വയർ by 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2, x cube by 6 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എക്സെട്രാ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ x. ഇതിനെ ഹോൾ ഡിവൈഡഡ് ബൈ x ചെയ്തു, ഹോൾ ഡിവൈഡഡ് ബൈ x which is equal to limit x tends to 0. ഇനി എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ? എങ്ങനെ? a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എക്സെട്രാനെ x കൊണ്ട് എങ്ങനെ ഹരിക്കുക? ഓരോരുത്തരെയും x കൊണ്ട് ഹരിക്കുക അല്ലേ? a പ്ലസ് ബി പ്ലസ് സി ബൈ എക്സ് എന്താ? a പ്ലസ് സി ഈസ് ഈക്വൽ ടു a ബൈ എക്സ് പ്ലസ് ബി ബൈ എക്സ് പ്ലസ് സി ബൈ എക്സ് അങ്ങനെ പോവാ. അപ്പൊ ഓരോരുത്തരും x കൊണ്ട് ഹരിക്കുക. എക്സിന് x കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? 1 കിട്ടും. എക്സ് സ്ക്വയർ ബൈ 2 x കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? ഒരു x സ്ക്വയറും ഒരു x ഉം ക്യാൻസൽ ആയി പോകും, ബാക്കി x ബൈ 2 കിട്ടും. x ക്യൂബ് ബൈ 6 x കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? ഒരു x കിട്ടും, ക്യാൻസൽ ആയി പോകും, x സ്ക്വയർ ബൈ 6 ആവും. അടുത്തതിൽ എന്താ വരും വെച്ചാൽ x raised to 4 ആണ് അടുത്ത ടേം. x raised to 4 x കൊണ്ട് ഹരിച്ചാൽ x ക്യൂബ് ബൈ 24 എന്ന് വരും, പ്ലസ് എക്സെട്രാ. x പൂജ്യത്തിലേക്ക് അടുക്കുമ്പോ x ബൈ 2 എങ്ങോട്ടാ പോവുക? x പൂജ്യത്തിലേക്ക് പോകുമ്പോ x ബൈ 2 പൂജ്യത്തിലേക്ക് പോകും. x സ്ക്വയർ അതിനേക്കാൾ സ്പീഡിൽ പൂജ്യത്തിലേക്ക് പോകും, x ക്യൂബ് അതിനേക്കാൾ സ്പീഡിൽ പൂജ്യത്തിലേക്ക് പോകും. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എക്സ് ടേം ഉണ്ട്, x raised to 4 x raised to 5 x raised to 6. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എക്സിന്റെ പവർ ഉള്ളത് കൊണ്ട് x പൂജ്യത്തിലേക്ക് പോകുമ്പോ എക്സിന്റെ പവറും എങ്ങോട്ടാ പോവുക? പൂജ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളവരൊക്കെ പൂജ്യത്തിലേക്ക് പോകും. പിന്നെ എന്താ കിട്ടുക നമുക്ക്? 1 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് എക്സെട്രാ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ 0 ആയി പോകും. പിന്നെ എന്താ ഉണ്ടാവുക? ലിമിറ്റ് ഓഫ് 1 ഈക്വൽ ടു 1. നമ്മൾ ലിമിറ്റ് ഓഫ് k എന്താ പഠിച്ചത്? ലിമിറ്റ് ഓഫ് k ഈക്വൽ ടു k. x പൂജ്യത്തിലേക്ക് പോകുമ്പോൾ 1 എങ്ങോട്ടാ പോവുക? 1 1ലേക്ക് തന്നെ പോവുക. 1 x നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ്, പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് ലിമിറ്റ് എന്ത് വരും? 1. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ്, ഇത് കാണാതെ പഠിച്ച് വെക്കേണ്ട ലിമിറ്റ് ആണ്. ഇത് എവിടത്തേക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും? പിന്നെ ഡിഫറൻസിയേഷൻ പഠിക്കും. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ സെമസ്റ്ററിലെ. ഡിഫറൻസിയേഷനിലേക്കാണ് ഇതൊക്കെ നമ്മൾ കൊണ്ടു ചെന്നെത്തുന്നത്. ആദ്യം ഞാൻ ലിമിറ്റ് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ലിമിറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസുകളൊക്കെ പറയും, പിന്നെ കണ്ടിന്യൂറ്റി പറയും. കണ്ടിന്യൂറ്റി പറഞ്ഞതിന് ശേഷം നമ്മൾ ഡിഫറൻസിയേഷനിലേക്ക് എത്തും. ഡിഫറൻസിയേഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. പിന്നെ ഈ ലിമിറ്റ് ഒക്കെ കണ്ടെത്താൻ നമുക്ക് വേറൊരു എളുപ്പവഴി ഉണ്ടല്ലോ, ലാപിത്താൾസ് റൂൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നൊക്കെയാണ് എഴുതെങ്കിലും വായിക്കുക ലാപിത്താൾസ് റൂൾ എന്നാണ്. ലാപിത്താൾസ്, ഈ ലാപിത്താൾസ് റൂൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ലിമിറ്റ് 1 ആണെന്ന് നമുക്ക് കിട്ടും. പക്ഷെ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിക്കണം. ഡിഫറൻസിയേഷൻ പഠിച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത്, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ഡെറിവേറ്റീവ് ഒക്കെ പഠിക്കണമെങ്കിൽ ആദ്യം ഇതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. പിന്നെ നമുക്ക് ഓക്കെ ഇനി നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതും എക്സിസ്റ്റ് ചെയ്യാത്ത കേസൊക്കെ നോക്കാം. ലിമിറ്റ് എപ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. നമുക്കറിയാം, വി നോ ദാറ്റ്. നമുക്ക് അപ്പൊ നിങ്ങൾ നോട്ടിൽ ഇങ്ങനെ എഴുതാം, റിമാർക്കായിട്ട് എഴുതാം, വി നോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f of x is equal to ലിമിറ്റ് L എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എപ്പോ മാത്രമാണ്, എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ അപ്പോഴും നടക്കും, അപ്പൊ മാത്രമേ നടക്കുകയുള്ളൂ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ പറയാ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. If and only if limit x tends to a plus and limit x tends to a minus f of x exist and both are equal, അങ്ങനെ പറയാം. That is limit x tends to a plus f of x is equal to limit x tends to a minus f of x is equal to L ആവുമ്പോൾ, ഒരു കോമൺ ലിമിറ്റ് ആവുമ്പോൾ നമ്മൾ പറയും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ചെയ്യപ്പോഴാ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും. ഞാൻ പറഞ്ഞത് എന്താണ് എ പ്ലസ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എടുത്തു 1 2 1 2 1ല് ഇതിങ്ങനെ പോകുന്നു,
എടുത്തു. അങ്ങനെയാണെങ്കിൽ വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വാല്യൂ എങ്ങോട്ടാ പോണത്? ഗ്രാഫ് ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പോയിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ടും പോകുന്നു, ഇങ്ങനെ പോകുന്നു വിചാരിക്കാം. ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു വിചാരിക്കാം. നമ്മളെ ഇന്റർവെൽ 1 2 എന്നുള്ള ഇന്റർവെല്ലാണ് നമ്മളെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയത്. ഓക്കെ, 0 2 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയത്. 0 2 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയത്. ഈ ഫംഗ്ഷനെ എങ്ങനെ നിങ്ങൾ എഴുതുക? f of x is equal to, ഓക്കെ, ഇത് ഗ്രാഫ് ആയതുകൊണ്ട് നമ്മൾ എന്താന്ന് എഴുതാൻ പറ്റില്ല. f of x ന്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 0 2 ആണ് കേട്ടോ. ക്ലോസ്ഡ് ഇന്റർവെൽ 0 2 ആണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് വന്നത്. ഓക്കെ, ഇത് 1 ഇങ്ങനെയാണ്. 1 ഇവിടെ ഇതുണ്ട്. 1 ഇവിടെ ഒരു ഹോൾ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് 1 ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ലിമിറ്റ് എങ്ങോട്ടാ പോണത്? ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻ വാല്യൂ എങ്ങോട്ടാ പോണത്? നമുക്ക് 1ന്റെ അടുത്തുള്ള 0.9ന്റെ ഇമേജ് വരുന്നത് ഇവിടെ ഏകദേശം 0.9 ആണ്. 0.95ന്റെ ഇമേജ് ഏകദേശം 0.95 ആ. അങ്ങനെ നമ്മളിത് ഏകദേശം എന്താവുന്നു? ഇത് 1ലേക്ക് അടുക്കുന്നത്. ലിമിറ്റ് x tends to 1 minus f of x is equal to 1 മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. ലിമിറ്റ് x tends to 1 മൈനസ് എന്ന് പറഞ്ഞാൽ അർത്ഥം 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ f of x എങ്ങോട്ട് പോകുന്ന? x 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ f of x ഇതാ ഇവിടുന്ന് ഇങ്ങനെ കയറി 1ലേക്കാണ് പോകുന്നത്. f of x വരുന്നത് 1 ആണ്, പ്ലസ് 1 ആണ്. എന്നാൽ ലിമിറ്റ് x tends to 1 പ്ലസ് ആവുമ്പോൾ 1ന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വരുന്നത് 1ന്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ വാല്യൂ വരുന്നത് 1ന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ വരുന്നത് ഇവിടെ 2ലേക്ക് ഇവിടെ അടുത്തു. കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് അടുക്കുന്നു. കുറച്ചും കൂടി 1ന്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. എന്തായാലും ഇത് 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ലിമിറ്റ് x tends to 1 പ്ലസ് f of x എന്താ? 2 ആണ്. 1ന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താൽ നമ്മളെ 1ന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 1.1 1.01 1.001 ഒക്കെ ചെയ്യുമ്പോൾ f of x വാല്യൂ ഇവിടെ എത്തി. ഇതിന് കുറച്ചും കൂടി താഴേക്ക് എത്തി, കുറച്ചും കൂടി താഴെ വന്നിട്ട് 2ലേക്കാണ് അടുക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 2ലേക്കാണ് ഇത് വരുന്നത്. f of x ന്റെ വാല്യൂ 2ലേക്കാണ് അടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ 1ലേക്കായിരുന്നു അപ്രോച്ച് അടുത്തത്. അതുകൊണ്ട് ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് 1 റൈറ്റ് ലിമിറ്റ് പ്ലസ് 2 ആണ്. രണ്ടും ഈക്വൽ ആണോ? അല്ല. ലെഫ്റ്റ് ലിമിറ്റ് 1 റൈറ്റ് ലിമിറ്റ് 2 ആണ്. ഈക്വൽ അല്ല. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ വേണ്ടത്? റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് രണ്ടും ഈക്വൽ ആവണം. രണ്ടാളും ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ അല്ല. അതുകൊണ്ട് therefore limit x tends to plus 1. That is 1 plus 1 minus ഇല്ല, വെറും 1. 1 plus ഇല്ല, 1 minus ഇല്ല. ലിമിറ്റ് x tends to 1 മാത്രം. റൈറ്റ് ലിമിറ്റ് വേറെ കിട്ടുന്നു, ലെഫ്റ്റ് ലിമിറ്റ് വേറെ കിട്ടുന്നു. അതുകൊണ്ട് ലിമിറ്റ് x tends to 1 f of x does not exist. എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 1 എന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ 1ലേക്കും റൈറ്റ് സൈഡിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്ലസ് 2ലേക്കും ഉള്ള ലിമിറ്റ് ഇവിടെ കിട്ടുന്നില്ല. ആണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇതൊക്കെ നോട്ടിലേക്ക് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതുക. റിമാർക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഈ ചിത്രം വരയ്ക്കുക നന്നായിട്ട്. എന്നിട്ട് ഇത് എഴുതുക. ലിമിറ്റ് x tends to 1 minus f of x equal to this. limit x tends to 1 plus f of x equal to this. Therefore, since right hand limit not equal to since LHL left hand limit not equal to right hand limit, comma limit x tends to 1 f of x does not exist, comma limit x tends to 1 f of x does not exist. Okay.